ഇന്നലെ കിടന്നത് എവിടെ, ഇന്ന് കിടക്കുന്നത് എവിടെ? ഇന്നലെ വീട്ടിലാണ്, ഇന്ന് പള്ളിക്കാട്ടിലാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ഞാൻ എവിയുടെ ഈ ഗാനശകലം ഇന്നത്തെ മാപ്പിളപ്പാട്ടിന്റെ മോർച്ചറിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. പരൻ വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. അതെന്താണ് ഭയങ്കര വീട് എന്ന് പറഞ്ഞു? വീടൊരു ശാന്തിയുടെ കേന്ദ്രല്ലേ, വീട് സമാധാനത്തിന്റെ സ്ഥലല്ലേ. കവി വീടിനെ ഭയങ്കരം എന്ന് വിശേഷിപ്പിച്ചത് എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു, മാഷേ, ഇസ്ലാമിൽ ഖബറിനെ കുറിച്ചുള്ള വിശ്വാസം മനസ്സിലാക്കിയാൽ ആ ശങ്ക തീരും. ഭയങ്കര വീട് തന്നെയാണ്, പേടിപ്പെടുത്തുന്ന വീടാണ്, ഇടുക്കമുള്ള വീടാണ്, ഇരുട്ടുള്ള വീടാണ്, ഭയാനകമായിട്ടുള്ള വീടാണ്. കട്ടിലേറി പോകുന്ന രംഗം പറയുന്നുണ്ട് അതില്. അടുത്ത സ്റ്റാൻസ, പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ്. ആഹാ, മനുഷ്യനെ മനസ്സിലാക്കിയ ഒരാൾക്കേ അത് എഴുതാൻ പറ്റുള്ളൂ. പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ്, ഉലകത്തിൽ തനിയെനിക്കാരെന്ന്. ഒരാള് മരിച്ചപ്പോ ആകെ അവതരിപ്പിക്കാൻ ഈ കവിക്ക് കിട്ടിയത് ഈ പെണ്ണിനെയാണ്. ആ പെണ്ണിനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ ദുഃഖം ഇറക്കി വെക്കാൻ ഒരു അത്താണിയുണ്ട്. എല്ലാരോടും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാം. പക്ഷേ വീട്ടിനകത്തൊരു പെണ്ണുണ്ട്. ഈ മനുഷ്യന്റെ കൂടെ ശയ്യ പങ്കിട്ടവൾ, ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചവൾ, ഈ മനുഷ്യനോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവെച്ചവൾ, ഈ മനുഷ്യനോടൊപ്പം വിചാരങ്ങൾ പങ്കുവെച്ച മറ്റൊരു പാതി, മധുരപ്പാതി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന, എങ്ങനെ പേരിട്ട് പറഞ്ഞാലും ജീവിതത്തിന്റെ പാതി. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ മന്ത്രമായിട്ട് ഇത് മുഴങ്ങട്ടെ, ഇമാതിരിയുള്ള നല്ല നല്ല വരികൾ. മരണത്തിലൂടെ പരലോകത്തേക്ക് ഒരു കവാടം വന്നു. മരണം യഥാർത്ഥത്തിൽ ഒരു പാരിതോഷികമാണ്. ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പാരിതോഷികം. മാപ്പിളപ്പാട്ട് എന്നൊരു സംഗതി ലോകത്ത് നിലനിൽക്കുമെങ്കിൽ ഈ ഗാനം നിലനിൽക്കും. ഇതിന്റെ ആ രംഗം അതിൽ ശരിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. എഴുതുന്ന ആളും നന്നാവണം, പാടുന്ന ആളും നന്നാവണം, ഒക്കെ ഒക്കണം. അപ്പോഴതിന്റെ ഒരു ചേരുവ ശരിയായി തീരുള്ളൂ. ഇതിനൊരു ചേരുവുണ്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയുമ്മൽ, അടുത്ത വരി ലോക സാഹിത്യത്തിലെ ഉജ്ജ്വലമായ രചനയാണ്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ. ആഹാ, ഇങ്ങനൊന്നും എഴുതണമെങ്കിൽ മഹാഭാഗ്യം വേണം. ജൈനവ വാത്തുട്ടി എന്ന് വിളിച്ചന്ന് മാപ്പിളപ്പാട്ടായി. പാത്തുമാ, ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. കണ്ണീര് ചേർത്ത്, ബന്ധുക്കളായ നിങ്ങളുടെ കണ്ണീര് ചേർത്ത് കുഴച്ച മണ്ണ് കൊണ്ടാണ് ഖബറിന്റെ വിടവ് അടക്കുന്നതെന്നാ പറയണത്. അത്ഭുതം. കലയുടെയും സാഹിത്യത്തിന്റെയും കവിതയുടെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ മാപ്പിളപ്പാട്ടില് മാപ്പിളിയില്ല, പാട്ടുമില്ല. അവരോട് പറയണം, പാട്ടിനെ അതിന്റെ പാട്ടിന് വിട്ടോളൂ എന്ന് അവരോട് പറയേണ്ട കാലം വന്നിരിക്കുന്നു. ലക്ഷമാശ പ്രസംഗത്തിൽ പറഞ്ഞു, ഒക്കെ ശരിയായിട്ടുണ്ട് ഈ രചനയില്, ഒന്ന് മാത്രം എനിക്ക് ദഹിക്കുന്നില്ല.